ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ആഗ്രിഗേറ്റ് പ്ലാനിംഗ്. Aggregate planning refers to the process of developing, maintaining, and analyzing the approximate scope of the operations of a company. It usually contains targeted sales forecast, inventory levels, and production levels. അപ്പോൾ ആഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ ടോട്ടലായിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് മുതൽ അതിന് അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഒരു ടോട്ടലായിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് ആഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് പറയുക. അല്ലെ, ആഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് എന്നുള്ള അങ്ങനെ ഒരു അർത്ഥമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എത്ര വർക്ക് ഫോഴ്സ് വേണം, എത്ര ഫിനാൻഷ്യൽ റിസോഴ്സ് വേണം, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഏത് രീതിയിൽ ചെയ്യണം, പിന്നെ നമ്മൾ ഇൻവെൻറ്ററിയുടെ ലെവൽ എങ്ങനെ വരണം, ഈ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റേഞ്ചിലല്ല, ഒരു 6 to 18 months 6 മാസം മുതൽ 18 മാസം വരെ ആ ഒരു കാലയളവിലേക്ക് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ആഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആഗ്രിഗേറ്റ് പ്ലാനിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൽ വരുന്ന കുറേ സ്ട്രാറ്റജീസ്, അതിൽ വരുന്ന അതിൻ്റെ ലെവൽസ്, ഫേസസ് ഓഫ് ആഗ്രിഗേറ്റ് പ്ലാനിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആഗ്രിഗേറ്റ് പ്ലാനിങ്. ആഗ്രിഗേറ്റ് പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. കാരണം ആഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ സക്സസ്സിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഷോർട്ട് ടേം പ്രൊഡക്ഷൻ സക്സസ് ഈസ് ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ആഗ്രിഗേറ്റ് പ്ലാനിങ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ചില ഫാക്ടേഴ്സൊക്കെ വളരെ ക്രിട്ടിക്കലായിരിക്കും. നമ്മൾ ആഗ്രിഗേറ്റ് പ്ലാനിങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, a complete information is required about available production facility and raw materials. നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റി, അതേപോലെ നമ്മൾ ഓൾറെഡി നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ്, എ കോൺക്രീറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ് കൺവേർട്ടിംഗ് ദി മീഡിയം റേഞ്ച് പീരീഡ്. നമുക്കൊരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കണം ഒരു മീഡിയം റേഞ്ച് പീരീഡിലേക്ക്. അതായത് നമുക്കൊരു 6 മാസം മുതൽ ഒരു 1.5 വർഷം വരെ എത്രത്തോളം നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളൊരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കണം. തേർഡ്, ഫിനാൻഷ്യൽ പ്ലാനിങ് സറൗണ്ടിങ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽ, ലേബർ, ഇൻവെൻറ്ററി പ്ലാനിങ് എക്സെട്ര. ഇൻവെൻറ്ററി, അതേപോലെ ലേബർ, റോ മെറ്റീരിയൽ, ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഫോർത്ത്, ഓർഗനൈസേഷൻ പോളിസി അബൌട്ട് ലേബർ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് എക്സെട്ര. ഓർഗനൈസേഷന് ലേബർ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതൊക്കെ ആയിട്ട് ഉള്ള പോളിസി എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ആഗ്രിഗേറ്റ് പ്ലാനിങ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻപുട്സ് റിക്വയർഡ് ഫോർ ആഗ്രിഗേറ്റ് പ്ലാനിങ്. ആഗ്രിഗേറ്റ് പ്ലാനിങ് സക്സസ്ഫുൾ ആവാൻ കുറച്ച് ഇൻപുട്സ് റിക്വയർഡ് ആണ്. അത് ആൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ ദ റെലവൻറ്റ് പീരീഡ്, ആ ഒരു പീരീഡിലേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ്. സെക്കൻഡ്, ഇവാലുവേഷൻ ഓഫ് ഓൾ ദി അവൈലബിൾ മീൻസ് ടു മാനേജ് കപ്പാസിറ്റി പ്ലാനിങ് ലൈക്ക് സബ് കോൺട്രാക്റ്റിംഗ്, ഔട്ട്സോഴ്സിങ് എക്സെട്ര. അതായത് ചില ആക്ടിവിറ്റീസൊക്കെ അല്ലെങ്കിൽ ചില പ്രോസസ്സൊക്കെ എല്ലാ കമ്പനീസും ചെയ്യണമെന്നില്ല. അവരെന്ത് ചെയ്യും, അത് സബ് കോൺട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. അങ്ങനെ വരുമ്പം അതിനുള്ള കപ്പാസിറ്റി ആ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ ഉണ്ടാവണമെന്നില്ല. ആ രീതിയിൽ കപ്പാസിറ്റി പ്ലാനിങ്ങിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഉണ്ടോ നോക്കുക. അതായത് സബ് കോൺട്രാക്റ്റിങ്ങും ഔട്ട്സോഴ്സിങ്ങും ഏതൊക്കെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. തേർഡ്, എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷണൽ സ്റ്റാറ്റസ് ഓഫ് വർക്ക് ഫോഴ്സ്. അതായത് ഓൾറെഡി ഉള്ള വർക്ക് ഫോഴ്സിൻ്റെ നമ്പർ, അവരുടെ സ്കിൽ സെറ്റ്, അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. പിന്നെ ഇൻവെൻറ്ററി ലെവൽ ആൻഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി, ഏത് രീതിയിലാണ് ഇൻവെൻറ്ററി മെയിൻ്റനൻസ് വരുന്നത്, പിന്നെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. അതാണ് ഒരു ഇൻപുട്സ് റിക്വയർഡ്. അതായത് ഇതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചാൽ ആഗ്രിഗേറ്റ് പ്ലാനിങ് കുറേ കൂടെ എളുപ്പമാവും, ഈസി ആയിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ആഗ്രിഗേറ്റ് പ്ലാനിങ്. ആഗ്രിഗേറ്റ് പ്ലാനിങ് കൊണ്ട് ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന റെലവൻസ്, അതിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ടും നമുക്ക് ഇതൊക്കെ തന്നെ പറയാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് ആഗ്രിഗേറ്റ് പ്ലാനിങ്. ഫസ്റ്റ് വൺ,
അച്ചീവിങ് ഫിനാൻഷ്യൽ ഗോൾസ് ബൈ റിഡ്യൂസിങ് ഓവറോൾ വാരിയബിൾ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ദി ബോട്ടം ലൈൻ. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബിഫോർ ഹാൻഡ് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ പലതരത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താണ്, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ആ രീതിയിൽ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി അവൈലബിൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റി. നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റി തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. തേർഡ്, പ്രൊവൈഡ് കസ്റ്റമർ ഡിലൈറ്റ് ബൈ മാച്ചിങ് ഡിമാൻഡ് ആൻഡ് റിഡ്യൂസിങ് വെയിറ്റ് ടൈം ഫോർ കസ്റ്റമേഴ്സ്. നമ്മളിങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കാൻ പറ്റും. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ വെയിറ്റ് ടൈം, അവർക്ക് എപ്പോഴാണോ സാധനം റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ തന്നെ അത് സെർവ് ചെയ്യാൻ പറ്റുന്നതോടുകൂടി അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ് എന്ത്, ഇൻവെൻറ്ററിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം എന്താണ്, ഒരുപാട് ഇൻവെൻറ്ററി വെറുതെ വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം പ്രൊഡക്ഷൻ ഡിമാൻഡ് അതൊക്കെ കറക്റ്റ് ഫോർകാസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം വരുന്നത് അത് മാത്രം ഓരോ സമയത്തേക്ക് സ്റ്റോക്ക് ചെയ്താൽ മതിയാവും. അങ്ങനെ ഇൻവെൻറ്ററിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വർക്ക് കറക്റ്റ് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷെഡ്യൂൾസ് എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന വർക്ക് ഇത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്യുമ്പം അങ്ങനെ തീർക്കാൻ പറ്റുമ്പോൾ അത് വർക്ക് ഫോഴ്സിന് നല്ലൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും ആഗ്രിഗേറ്റ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ആഗ്രിഗേറ്റ് പ്ലാനിങ്.